അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു ഒരാളെ നബിയായിട്ട് റസൂലായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതൊരു സുപ്രഭാതത്തിൽ പൂർത്തിയാകുന്ന പ്രതിഭാസമല്ല. ഘട്ടമായിട്ട് അള്ളാഹു അവരെ വളർത്തിക്കൊണ്ടുവരും. ഖുർആനിൻ്റെ ആയത്തുകളും നബിമാരുടെ ജീവിതവും ചരിത്രവുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാകുന്നതിന് മുമ്പ്, നബിയുടെ നുബുവത്തിന് മുമ്പ് മക്കക്കാരുടെ ആട്ടിൻ പറ്റത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മേച്ചിൽ പുറങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഒരു ആട്ടിടയനായിട്ട് ജീവിച്ചിട്ടുണ്ട്. ആടിനെ മേക്കുക എന്ന പണി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല ചെയ്തിട്ടുള്ളത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സൂറത്തു ത്വാഹയിൽ അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് നടത്തുന്നൊരു സംഭാഷണമുണ്ടല്ലോ. അവിടെ മൂസാ നബിയോടുള്ളൊരു ചോദ്യമാണ്, വമാ തിൽക ബിയമീനിക യാ മൂസ. മൂസ, എന്താണ് നിൻ്റെ വലത് കൈയിലുള്ളത്? മൂസാ നബിയുടെ ഉത്തരം, ഖാല ഹിയ അസായ അതവക്കഹു അലൈഹ വ അഹുഷു ബിഹ അലാ ഗനമി വലിയ ഫീഹ മആരിബു ഉഖ്റ. അതെൻ്റെ വടിയാണ്. ആ വടി കൊണ്ട് എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഞാൻ ആ വടി കുത്തിപ്പിടിച്ച് നടക്കുന്നു. എൻ്റെ ആടിന് ഇല പൊഴിക്കാൻ ഞാൻ ആ വടി ഉപയോഗിക്കുന്നു. അതല്ലാത്ത വേറെയും ആവശ്യങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആടുണ്ടായിരുന്നു എന്നും ആ ആടിന് ഇല പൊഴിക്കാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ തൻ്റെ കയ്യിലുള്ള വടി ഉപയോഗിച്ചിരുന്നു എന്നും ആ ആയത്തിൽ നമുക്ക് കിട്ടും. എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിക്ക് മുമ്പ് വന്ന മുഴുവൻ നബിമാരും ആടിനെ മേച്ചവരാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ റാഇയ ഗനമിൻ. എല്ലാ നബിമാരും ആടിനെ മേച്ചിട്ടുണ്ട്. അള്ളാഹു അയച്ച ഒരു നബിയും ആടിനെ മേക്കാതിരുന്നിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള അനുചരന്മാർ കൗതുകത്തോടു കൂടി ചോദിക്കുകയാണ്, വ അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളും ആടിനെ മേച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നഅം കുൻതു അർആഹ അലാ ഖറാറീത ലി അഹ്ലി മക്ക. മക്കക്കാർക്ക് വേണ്ടി ഞാനും അവരുടെ ആട്ടിൻ പറ്റത്തെ മേച്ചിട്ടുണ്ട്. അതിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂലിയും കിട്ടിയിട്ടുണ്ട്, പ്രതിഫലം ലഭിച്ചിട്ടുണ്ട്. എന്തിനാണ് അള്ളാഹു നബിമാരെ കൊണ്ട് ഇങ്ങനെ ആടിനെ മേക്കുന്നൊരു ജോലി ചെയ്യിച്ചത്? അതിന് പിന്നിൽ വലിയ ഹിക്മത്തുകളുണ്ട്. ഒട്ടകങ്ങളെയും പശുക്കളെയും ഒക്കെ വളർത്തുന്നത് പോലെയല്ല ആടിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ. ആട് എന്ന് പറഞ്ഞാൽ അതൊരു ദുർബല ജീവിയാണല്ലോ. ഒട്ടകത്തെ പോലെയോ പശുവിനെ പോലെയോ ശക്തിയുള്ള കരുത്തുള്ള ഒരു ജീവിയല്ല അത്. അതിന് കൂടുതൽ സ്നേഹവും പരിഗണനയും ആർദ്രതയും അനുകമ്പയും ഒക്കെ വേണം. ഒരു ആട്ടിടയന് അങ്ങേയറ്റത്തെ ക്ഷമയും സഹനവും ഉണ്ടായിരിക്കണം. ഒരാൾ നബിയായിട്ട് അള്ളാഹുവിൻ്റെ വഹിയുമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഗുണങ്ങളൊക്കെ ആ നബിക്കും വേണം. ജനങ്ങൾ പല തരക്കാരായിരിക്കും. അവരോട് ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും അവർക്ക് നേതൃത്വം കൊടുക്കുമ്പോഴും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടി വരും. ആ ഗുണങ്ങളൊക്കെ ഒരാടിനെ മേക്കുക എന്ന ജോലിയിലൂടെ ഒരാൾക്ക് കിട്ടും. ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ഒരാൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആടിനെ മേക്കുക എന്ന പണി നബിമാർക്ക് അള്ളാഹു നൽകിയ ഒരു പരിശീലനമാണ്. ക്ഷമയും സഹനവും അനുകമ്പയും ആർദ്രതയും ഒന്നുമില്ലാതെ ഒരാൾക്ക് നല്ലൊരു ആട്ടിടയനാകാൻ പറ്റില്ല. ഈ ഗുണങ്ങളൊന്നുമില്ലാതെ ഒരാൾക്ക് നബിയാകാനും റസൂലാകാനും കഴിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാകുന്നതിന് മുമ്പ്, നുബുവത്തിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടിനെ മേച്ചത് നമ്മൾ കാണുന്നില്ല. നബിയാകുന്നതിന് മുമ്പ്, ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മക്കയുടെ താഴ്വരകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരുടെ ആട്ടിൻ പറ്റത്തെ മേച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഒരു പരിശീലനമാണ്. മുൻപ് കഴിഞ്ഞുപോയ നബിമാർക്കൊക്കെ
നൽകിയതുപോലെ. ഏതായാലും കൂടുതൽ അറിയാനും പഠിക്കാനും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി